ഡിയർ സ്റ്റുഡൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഫണ്ടമെൻറ്റൽസ് ഓഫ് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് ചാപ്റ്ററിലെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും അതിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് നോക്കാം. Thus a product passes through different stages. The stages through which a product passes are collectively known as product life cycle. In simply, product life cycle means the different stages in the life of a product. അതായത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലൈഫിൽ ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്, ആ സ്റ്റേജുകളിലെയാണ് നമ്മൾ എന്ത് പറയുക, ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് ആ പ്രൊഡക്റ്റ് പാസ് ചെയ്തിട്ടുള്ളത്, ആ സ്റ്റേജുകളിലെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ലൈഫിൽ ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണോ കടന്നു പോയിട്ടുള്ളത്, ആ സ്റ്റേജുകളൊക്കെ മൊത്തം കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണെന്ത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. നമുക്കറിയാം, ഒരു ഹ്യൂമൻ ബീയിങ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബർത്ത് തൊട്ടിട്ട് ഡെത്ത് വരെയാണ്. അതായത് ജനനം തൊട്ട് മരണം വരെയാണ് ഒരു വ്യക്തിയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ജനനത്തിനുള്ളിലും മരണത്തിനുള്ളിലും നടക്കുന്ന കുറേ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈഫ് സൈക്കിൾ എന്ന് പറയുക. അതിന് ഒരു വ്യക്തി ജനിക്കുന്നത് തൊട്ടിട്ട് മരിക്കുന്നത് വരെ കുറേ സ്റ്റേജുകളുണ്ട്. അതിനിടയ്ക്ക് എന്തൊക്കെ പ്രോസസ്സുകൾ, എന്തൊക്കെ സ്റ്റേജസ് നടക്കുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ലൈഫ് സൈക്കിളാണെന്ന് പറയാം ഹ്യൂമൻ ബീയിങ്സിൻ്റെ. അതിനുള്ളിൽ എന്ത് സംഭവിക്കാം, ആദ്യം ബർത്ത്, സ്റ്റാർട്ടിങ്ങിൽ ബർത്ത് ഉണ്ടാവും, പിന്നെ അയാൾക്ക് എഡ്യൂക്കേഷൻ കിട്ടും, ഗ്രോ ചെയ്യും, പിന്നെ ഓൾഡ് ആവും, അതായത് വയസ്സാവും, പിന്നെ എന്താ അവസാനത്തെ സ്റ്റേജ് ഏതാ, മരിക്കും. അപ്പോൾ ജനനം തൊട്ട് മരണം വരെയുള്ള നടക്കുന്ന സ്റ്റേജസിനൊക്കെ നമുക്ക് എന്താ പറയാം, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫ് സൈക്കിളാണെന്ന് പറയാം. അതേപോലെ തന്നെയാണ് പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതായത് പ്രൊഡക്റ്റിൻ്റെ ജനനം തൊട്ട് മരണം വരെ ഉണ്ടാകുന്ന അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഡിഫറൻറ്റ് സ്റ്റേജസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുക. ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഡിഫറൻറ്റ് സ്റ്റേജസിനെ നമുക്ക് എന്ത് പറയാം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണെന്ന് പറയാം. ആദ്യം സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാവും, പിന്നെ എൻഡിങ് പോയിൻ്റ് ഉണ്ടാവും. ആ മൊത്തത്തിൽ പറയുന്ന കളക്റ്റീവായിട്ട് ആ സ്റ്റേജുകളൊക്കെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് എന്ത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലൈഫ് സൈക്കിള് സെയിം ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ചെറിയ ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്മോൾ ലൈഫ് സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില പ്രൊഡക്റ്റിന് കുറേ ലൈഫ് ഉണ്ടാവും, ലോങ് ടേം ആ മാർക്കറ്റിൽ ലൈഫ് ഉണ്ടായിരിക്കും. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ്, ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് പാസ് ചെയ്ത് പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ഗ്രോത്ത്, തേർഡ് മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ, ഫോർത്ത് ഡിക്ലൈൻ, ഫിഫ്ത്ത് അബാൻഡൻമെൻറ്റ് ആൻഡ് ഓർ ഒബ്സൊളസൻസ്. അതായത് ഇത്രയും 5 സ്റ്റേജുകളിലൂടെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് കടന്നു പോകുന്നത്. ഇൻട്രൊഡക്ഷനാണ്, ഗ്രോത്താണ്, മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷനാണ്, ഡിക്ലൈനാണ്, അബാൻഡൻമെൻറ്റ് ഓർ ഒബ്സൊളസൻസ്. അതായത് ഇത്രയും 5 സ്റ്റേജുകൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫിൽ കടന്നു പോകുന്നുണ്ട്. എന്താണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ലൈഫ് ഓഫ് എ പ്രൊഡക്റ്റ്. എ പ്രൊഡക്റ്റ് എൻറ്റേഴ്സ് ദി ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആൻഡ് ദി പ്രൊഡക്റ്റ് വിൽ ദെൻ ബിക്കം അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജാണിത്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ബർത്ത് ടൈമാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമാണ് ഇത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന ടൈം, അതായത് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആകുന്ന ടൈമാണ് ഇത്, അവൈലബിൾ ആകുന്ന സ്റ്റേജാണിത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ്, പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജാണിത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദി സ്റ്റേജ് ദി സെയിൽസ് ആർ ലോ. ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ സെയിൽസ് എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും, ലോ ആയിരിക്കും. There are 2 reasons for slow sales. സെയിൽസ് സ്ലോ ആവാനുള്ള 2 കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കസ്റ്റമേഴ്സ് ആർ അൺഅവെയർ ഓഫ് ദി ന്യൂ പ്രൊഡക്റ്റ്. സെക്കൻഡ്, ദേ ആർ കോഷ്യസ് ഓഫ് ബൈയിങ് സംതിങ് ന്യൂ. അതായത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമേഴ്സിന് ഈ ന്യൂ പ്രൊഡക്റ്റിനെ കുറിച്ച് ബോധവാന്മാരല്ല, അറിയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക്
ആൾക്കാർ ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ചാൻസ് കുറവാണ്. ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ ഈ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിവില്ല, അല്ലെങ്കിൽ അൺഅവെയറാണ്. അങ്ങനെയാവുമ്പോൾ എന്ത് ചെയ്യാം, സെയിൽസ് ലോ ആവാം. രണ്ടാമത്തെ കണ്ടീഷൻ റീസൺ എന്ന് പറയുന്നത് എന്താ, കസ്റ്റമേഴ്സിന് പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നൊക്കെ അറിയാം, പക്ഷെ അവർക്ക് എന്തുണ്ടാവും, ചെറിയൊരു പേടി ഉണ്ടാവും. പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ അവർക്ക് കോഷ്യസ് ആയിരിക്കും, അവർ ശ്രദ്ധാലുക്കളായിരിക്കും, അവർ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഒരു പേടി അവരുടെ ഉള്ളിലുണ്ടായിരിക്കും, നല്ല പ്രൊഡക്റ്റാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. ഇൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് സെയിൽസ് ആർ ലോ ആൻഡ് കോസ്റ്റ് ആർ ഹൈ. ദി കമ്പനി ഹാസ് പ്രോബബ്ലി ഇൻവെസ്റ്റഡ് large amounts of money to develop and launch the product or heavy investment. അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും, അതേപോലെ തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിരിക്കും. കമ്പനി അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ ലോഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഹെവി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനൊക്കെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറേ കോസ്റ്റ് കമ്പനിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കൂടുതലായിട്ടും കോസ്റ്റ് ഉണ്ടായിരിക്കും, സെയിൽസ് കുറവായിരിക്കും, അതേപോലെ തന്നെ കൂടുതൽ കോസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. സോ പ്രോഫിറ്റ്സ് ആർ ലോ, സംടൈംസ് കമ്പനി ഷോൾ ഇൻകർ എ ലോസ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അത് ലോ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തുണ്ടാവാം, ലോസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ കമ്പനിക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും, അതേപോലെ തന്നെ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. എന്തൊക്കെയായിരിക്കും ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് നോക്കാം. ഫസ്റ്റ് എന്താ, ലോ സെയിൽസ് കുറവായിരിക്കും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ സെയിൽസ് കുറവായിരിക്കും. ലോ പ്രോഫിറ്റ്സ് ഓർ ലോസസ്, പ്രോഫിറ്റ് കുറവായിരിക്കും. ഹൈ കോസ്റ്റ് ബിക്കോസ് ഓഫ് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസസ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ എന്ത് വരാം, ഹൈ കോസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈ പ്രൈസ്, ഫസ്റ്റ് ഹൈ പ്രൈസ് ആയിരിക്കും, ഏറ്റവും വലിയ കൂടുതലായിട്ടുള്ള പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുക. ലാസ്റ്റ് ലെസ് കോമ്പറ്റീഷൻ, പുതിയ പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവാൻ ചാൻസ് കുറവാണ്, കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും, ലെസ് കോമ്പറ്റീഷൻ. ഇത്രയാണ് മെയിനായിട്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റേജ് ഈസ് ടു ക്രിയേറ്റ് പ്രൊഡക്റ്റ് അവയർനെസ് ആൻഡ് ട്രയൽ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക, ആൾക്കാരുടെ ഇടയിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് ഗ്രോത്ത്. ഡ്യൂറിങ് ദി ഗ്രോത്ത് സ്റ്റേജ് more customers begin to buy the product. This is because the customers who purchased during the introduction stage are purchasing again or have recommended the product to colleagues, friends and family. രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിന് ശേഷം വരുന്ന സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജിലെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പർച്ചേസ് ചെയ്ത ആൾക്കാർ അത് വീണ്ടും പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. നല്ല പ്രൊഡക്റ്റാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവരെ അവരുടെ കൊളീഗ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടും അതേപോലെ തന്നെ ഫ്രണ്ട്സിനോടും അതേപോലെ തന്നെ ഫാമിലിയിലൊക്കെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ആ പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങും. അങ്ങനെ ആ പ്രോഡക്റ്റിലെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ആൾക്കാരെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും കൊളീഗ്സിനോടൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തിട്ട് ആ ആൾക്കാർ കൂടെ കസ്റ്റമേഴ്സ് കൂടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തയ്യാറാവും. അങ്ങനെ ഈ പ്രോഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സ് കൂടാം. സെയിൽസ് വിൽ ബിഗിൻ ടു ഗ്രോ ആൻഡ് ദി കമ്പനി ബിഗിൻസ് ടു മേക്ക് പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റേജിൽ കമ്പനിയുടെ സെയിൽസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും, അതേപോലെ തന്നെ കമ്പനി പ്രോഫിറ്റ് നേടാൻ സ്റ്റാർട്ട് ചെയ്യും. അറ്റ് ദിസ് സ്റ്റേജ് കോമ്പറ്റീറ്റേഴ്സ് മേ എൻ്റർ ദി മാർക്കറ്റ്, സെയിൽസ് റീച്ച് ദെയർ ഒപ്റ്റിമം ലെവൽ. ഗ്രോത്ത് സ്റ്റേജിലെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യാൻ തുടങ്ങും. ഈ പ്രോഡക്റ്റിന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാൻ തുടങ്ങും.
സെയിൽസ് ഒപ്റ്റിമം ലെവലിലേക്ക് എത്തും, അതായത് സെയിൽസ് കൂടാൻ തുടങ്ങും. ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് സ്റ്റേജ്. എന്തൊക്കെയായിരിക്കും ഗ്രോത്ത് സ്റ്റേജിലെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമത്തത് റാപ്പിഡ്ലി റൈസിങ് സെയിൽസ്. പെട്ടെന്ന് തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് എക്സ്പാൻഷൻ ഇൻ ദി സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഗ്രോത്ത് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യും. റൈസിങ് പ്രോഫിറ്റ് ഓൾസോ ഇൻക്രീസ് ചെയ്യും. ലോവർ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ കുറവായിരിക്കും. കോമ്പറ്റീഷൻ ഗ്രോത്ത് സ്റ്റേജിൽ കോമ്പറ്റീഷൻ കൂടും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനേക്കാൾ കോമ്പറ്റീഷൻ ഗ്രോത്ത് സ്റ്റേജിലുണ്ടാവും. സ്റ്റേബിൾ ഓർ സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ദി മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അറ്റ് ദി സ്റ്റേജ് ഈസ് ടു മാക്സിമൈസ് മാർക്കറ്റ് ഷെയർ. ഗ്രോത്ത് സ്റ്റേജിലെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമൈസ് മാർക്കറ്റ് ഷെയർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഗ്രോത്ത് സ്റ്റേജിലുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദി മാനുഫാക്ചറേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ മോഡൽ ഓർ അഡോപ്റ്റ് മെത്തേഡ്സ് such as trading in etc. to promote sales. The number of buyers will continue to grow but slowly. മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിലെ മാനുഫാക്ചറേഴ്സ് പുതിയ മോഡൽസും അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഈ മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിലെ നമ്പർ ഓഫ് ബയേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ അത് സ്ലോ ആയിരിക്കും. In the initial period of the stage, the profit increased and reached its maximum. Later on, the profit will start falling. അതായത് മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിലെ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ഏറ്റവും മാക്സിമത്തിലാണ് ഉണ്ടാവുക. അതായത് മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. മാക്സിമം ഏറ്റവും ടോപ്പ് ലെവലിലാണ് പ്രോഫിറ്റ് നിൽക്കുന്നത്, ഏറ്റവും മാക്സിമം ലെവലിൽ. അത് കുറച്ചുകൂടി മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ എൻഡിങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്താവും? പ്രോഫിറ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങും, താഴാൻ തുടങ്ങും. മാക്സിമത്തിലുള്ള പ്രോഫിറ്റ് എന്താവാൻ തുടങ്ങും? താഴോട്ടേക്ക് വരാൻ തുടങ്ങും, പ്രോഫിറ്റ് കുറയാൻ തുടങ്ങും. അത്തരത്തിലുള്ള സ്റ്റേജാണ് മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജ് എന്ന് പറയുക. നമ്മുടെ പ്രോഫിറ്റ് ഏറ്റവും മാക്സിമത്തിലെത്തി നിൽക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ആ സ്റ്റേജാണ് ഇത് മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് സാച്ചുറേഷൻ സ്റ്റേജ് ദർ ഈസ് നോ ഗ്രോത്ത് ഓഫ് സെയിൽസ് ബിക്കം സ്റ്റാഗ്നൻറ്റ്, കോമ്പറ്റീഷൻ ബിക്കംസ് മോർ ടഫ്, ദി സ്റ്റോക്ക് ബിക്കംസ് ലാർജ് ആൻഡ് പ്രോഫിറ്റ് ഡിക്ലൈൻ ഫർദർ. സാച്ചുറേഷൻ സ്റ്റേജിലെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് തീരെ ഉണ്ടാവില്ല. സെയിൽസ് ബിക്കം സ്റ്റാഗ്നൻറ്റ് എന്ന് വെച്ചാൽ എന്താ? സെയിൽസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് സാച്ചുറേഷൻ സ്റ്റേജിൽ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാച്ചുറേഷൻ സ്റ്റേജിൽ ടഫായിരിക്കും, കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ഈ മെച്യൂരിറ്റി അല്ലെങ്കിൽ സാച്ചുറേഷൻ സ്റ്റേജിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും, താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജ്. ഫസ്റ്റ്, സെയിൽസ് ഗ്രോ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. സെയിൽസ് ഡിമിനിഷിങ് റേറ്റിലേക്കാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് സെയിൽസ് താഴോട്ടേക്കാണ് ഗ്രോ ചെയ്യുക. രണ്ടാമത്തേത് പ്രൈസ് ടെൻഡ് ടു ഫോൾ. പ്രൈസ് താഴോട്ടേക്കാണ് ഫോൾ ചെയ്യുക, അതായത് പ്രൈസ് എന്ന് പറയുന്നത് ലോ ആയിക്കൊണ്ടിരിക്കും. പ്രോഫിറ്റ് സ്റ്റാർട്ട് ഡിക്ലൈനിങ്. പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും, താണുകൊണ്ടിരിക്കും. ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? പ്രൊഡക്റ്റ് മോഡിഫൈ ചെയ്യും, അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരും. ദി മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഈസ് ടു മെയിൻറ്റെയിനിങ് ദി സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ലെവൽസ്. മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിലെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും മെച്യൂരിറ്റി ആൻഡ് സാച്ചുറേഷൻ സ്റ്റേജിലെ മെയിനായിട്ടുള്ള മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ്. അറ്റ് ദി സ്റ്റേജ് സെയിൽസ് ബിഗെയിൻ ടു ഫോൾ, ദർ മേ ബി ലിറ്റിൽ ഓർ നോ പ്രോഫിറ്റ്, ദി പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻവെൻറ്ററി കോസ്റ്റ് ബിക്കം ലാർജർ, കസ്റ്റമേഴ്സ് ഗോ ഫോർ ന്യൂവർ ആൻഡ് ബെറ്റർ പ്രൊഡക്ട്സ് due to technological development.
ഡിക്ലൈൻ സ്റ്റേജ് എന്ന് വെച്ചാൽ സെയിൽസ് ലോ ലെവലിലേക്ക് വരിക, അതായത് സെയിൽസിൻ്റെ ഗ്രോ കുറഞ്ഞ് വന്നിട്ട് ലോ ലെവലിലേക്ക് എത്തുക. ആ സ്റ്റേജാണ് ഇത് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിക്ലൈൻ സ്റ്റേജിൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, അഥവാ പ്രോഫിറ്റ് ഉണ്ടായാൽ തന്നെ അത് ചെറിയൊരു ലിറ്റിൽ പ്രോഫിറ്റ് മാത്രമേ നേടാൻ കഴിയുള്ളൂ. ഡിക്ലൈൻ സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഇൻവെൻട്രി കോസ്റ്റും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും ഒക്കെ ലാർജ് ആയിരിക്കും, ഹൈ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഡിക്ലൈൻ സ്റ്റേജിൽ സെയിൽസ് കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, സെയിൽസ് ഡിക്ലൈൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുന്നതിനനുസരിച്ച്, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് ആൾക്കാർ പുതിയ പ്രൊഡക്റ്റിലേക്ക് ബെറ്റർ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ കണ്ടീഷനിൽ പഴയ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ സെയിൽസ് കുറയാനുള്ള കാരണമാകുന്നുണ്ട്. പുതിയ ഡെവലപ്ഡ് പ്രൊഡക്ട്സ് വരുമ്പോൾ അല്ലെങ്കിൽ ബെറ്റർ പ്രൊഡക്ട്സ് വരുമ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകും. അങ്ങനെ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പഴയ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് സാധാരണയായിട്ട് ഓട്ടോമാറ്റിക്കലി ലോ ലെവലിലേക്ക് വരും. ആ കണ്ടീഷനാണ്, ആ സ്റ്റേജാണ് ഇത് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയാം. ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡിക്ലൈൻ സ്റ്റേജ്. ഫസ്റ്റ്, ഫോൾ ഇൻ സെയിൽസ്. എന്താ ഫോൾ ഇൻ സെയിൽസ് എന്ന് വെച്ചാൽ സെയിൽസ് ലോ ലെവലിലേക്ക് വരും. ഫോൾ ഇൻ പ്രൈസും ഫോൾ ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. നോ പ്രൊമോഷണൽ എക്സ്പെൻസസ്. ഡിക്ലൈൻ സ്റ്റേജിൽ പ്രൊമോഷൻ എക്സ്പെൻസുകളൊന്നും ഉണ്ടാവില്ല. ഫോർത്ത്, റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ടു മിനിമം. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മൾ മിനിമം ആക്കി മാറ്റും. ഡിക്ലൈൻ സ്റ്റേജിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറഞ്ഞു വരും. അവിടെ സെയിൽസ് കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കാം, ഡിസ്ട്രിബ്യൂഷനും കുറഞ്ഞു വരാം. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് ഡിക്ലൈൻ സ്റ്റേജിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ്, അബാൻഡൻമെൻറ്റ് ഓർ ഒബ്സൊളസൻസ്. ദി ഡിക്ലൈൻ സ്റ്റേജ് വിൽ എൻഡ് ഇൻ ദി അബാൻഡൻമെൻറ്റ് സ്റ്റേജ്. അറ്റ് ദി സ്റ്റേജ് ദി പ്രൊഡക്റ്റ് ബിക്കംസ് സിക്ക് ഓർ ഒബ്സൊളേറ്റ്. അബാൻഡൻമെൻറ്റ് അല്ലെങ്കിൽ ഒബ്സൊളസൻസ് സ്റ്റേജ് എന്ന് വെച്ചാൽ അവസാനത്തെ സ്റ്റേജ്, എൻഡ് സ്റ്റേജ്, നമ്മളെ ഡെത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പോലെ അവസാനത്തെ സ്റ്റേജാണ് അബാൻഡൻമെൻറ്റ് സ്റ്റേജ്. അതായത് ആ പ്രോഡക്റ്റ് ആരും യൂസ് ചെയ്യാത്ത കണ്ടീഷൻ വരിക, അതായത് കാലഹരണപ്പെട്ടു എന്ന് പറയുക. ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും എല്ലാം കുറഞ്ഞു വന്നു, സെയിൽസ് ഇല്ലാതായി, പ്രൊഡക്ഷൻ ഇല്ലാതായി. ആ കണ്ടീഷനാണ് ഇത് അബാൻഡൻമെൻറ്റ് സ്റ്റേജ് എന്ന് പറയുക. ആ പ്രോഡക്റ്റിൻ്റെ മരണം എന്ന് തന്നെ പറയുക. ആ പ്രോഡക്റ്റിൻ്റെ ഡെത്ത് സ്റ്റേജാണ് ഇത് അബാൻഡൻമെൻറ്റ് എന്ന് പറയുക. ആ പ്രോഡക്റ്റ് എല്ലാം കൊണ്ടും ഇല്ലാതായി. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ സെയിൽസ് എന്ന് പറയുന്നത് ലോ ആണ് അല്ലേ. അപ്പോൾ സെയിൽസ് എന്താകുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സെയിൽസ് ലോ ആണ്. പ്രോഫിറ്റ് നോക്കുമ്പോൾ എന്താണ്, പ്രോഫിറ്റ് ഇല്ല. അവിടെ പ്രോഫിറ്റ് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആയിട്ടാണുള്ളത്. പിന്നെ ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പം സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റും സെയിൽസും ടോപ്പ് ലെവലിലാണുള്ളത്, മാക്സിമത്തിലാണുള്ളത്. അപ്പോൾ മെച്യൂരിറ്റി കഴിഞ്ഞിട്ട് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താകുന്നുണ്ട്, സെയിൽസ് ഡിക്രീസ് ആകുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റും ഡിക്രീസ് ആകുന്നുണ്ട്. അബാൻഡൻമെൻറ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്താണ്, സെയിൽസ് ഓൾറെഡി ഡിക്രീസ് ആകുന്നുണ്ട്, പ്രോഫിറ്റ് എന്താകുന്നുണ്ട്, ഡിക്രീസ് ആയിട്ട് ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, യൂട്ടിലിറ്റി ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ന്യൂ പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. It enables a producer to estimate the profits in different stages of the product life cycle. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലുള്ള ഡിഫറൻറ്റ് സ്റ്റേജസിലുള്ള പ്രോഫിറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ടാകുന്ന കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഇതുകൊണ്ട് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് പ്രൈസസ്. ഓരോ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നതിന് ഇതുകൊണ്ട് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എമംഗ് ഡിഫറൻറ്റ് പ്രൊഡക്ട്സ്. ഡിഫറൻറ്റ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഹെൽപ്ഫുള്ളാണ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൊണ്ട് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൊണ്ട് ഹെൽപ്ഫുള്ളാണ്. ലിമിറ്റേഷൻസ് ഓഫ് ലൈഫ് സൈക്കിൾ മോഡൽ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദി പെർട്ടിക്കുലർ സ്റ്റേജ് ഇൻ വിച്ച് എ പ്രൊഡക്റ്റ് ഈസ്. നമുക്ക് ഏത് പ്രൊഡക്റ്റിന് ഏത് സ്റ്റേജാണ്
എന്ന് മനസ്സിലാക്കാൻ ഡിറ്റർമൈൻ ചെയ്യാൻ ഇമ്പോസിബിളാണ്, അസാധ്യമാണ്. ഏത് പ്രൊഡക്റ്റിന് ഏത് സ്റ്റേജാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഡിറ്റർമിനേഷൻ ഓഫ് ദി ലെങ്ത് ഓഫ് ഈച്ച് സ്റ്റേജ് ഇൻ ദി ലൈഫ് സൈക്കിൾ ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. ലൈഫ് സൈക്കിളിലെ ഓരോ സ്റ്റേജിൻ്റെയും ഈച്ച് സ്റ്റേജിൻ്റെയും ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ ദി സ്റ്റേജ് ക്യാൻ ബി അപ്ലിക്കബിൾ ടു എവറി പ്രൊഡക്റ്റ്. ഏത് പ്രൊഡക്റ്റിനും എല്ലാ സ്റ്റേജുകളും അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നെസസറി അല്ല, അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല. എല്ലാ പ്രൊഡക്റ്റുകൾക്കും എല്ലാ സ്റ്റേജുകളിലൂടെയും കടന്നു പോകണമെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നെക്സ്റ്റ്, PLC cannot really consider the competitive position or the best factors. Best factors എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എവിടെ കൺസിഡർ ചെയ്യുന്നില്ല? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ കൺസിഡർ ചെയ്യുന്നില്ല. അത് PLCയുടെ ഒരു ലിമിറ്റേഷനാണ് എന്ന് പറയാം. അസംഷൻസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ എന്തൊക്കെ അസംഷൻസാണ് നമ്മൾ നടത്തുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ്, ദി പ്രൊഡക്ട്സ് ഹാവ് ലിമിറ്റഡ് ലൈഫ്. നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ അസ്യൂം ചെയ്യുകയാണെന്ത്? പ്രൊഡക്റ്റുകൾക്ക് ലിമിറ്റഡ് ലൈഫേ ഉള്ളൂ, കുറച്ച് കാലത്തേക്ക് മാത്രമേ അതിൻ്റെ ലൈഫ് ഉള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ടാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകൾക്ക് കുറഞ്ഞ കാലാവധി മാത്രമേ ഉള്ളൂ, കുറഞ്ഞ ലൈഫ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഫസ്റ്റ് പ്രഡിക്ഷൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ അസംഷൻ ചെയ്യുകയാണ്. സെക്കൻഡ്, സെയിൽസ് ഓഫ് പ്രോഡക്ട്സ് പാസ് ത്രൂ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ് ഈച്ച് പോസിങ് ഡിഫറൻറ്റ് ചലഞ്ചസ് ടു ദി സെല്ലർ. അതായത് രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓരോ പ്രൊഡക്റ്റിൻ്റെ സെയിൽസിനും ഓരോ ഡിഫറൻറ്റ് സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സ്റ്റേജുകളിലൊക്കെ അവരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചലഞ്ചസ് നേരിടുന്നുണ്ട്. ആര്? സെല്ലേഴ്സ് ഓരോ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴും അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആ സ്റ്റേജുകളിലൊക്കെ അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള ചലഞ്ചസും നേരിടുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. തേർഡ്, പ്രോഫിറ്റ് റൈസ് ആൻഡ് ഫോൾ അറ്റ് ഡിഫറൻറ്റ് സ്റ്റേജസ്. ഓരോ ഡിഫറൻറ്റ് സ്റ്റേജുകളിലും പ്രോഫിറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓരോ സ്റ്റേജിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ഓരോ സ്റ്റേജിൽ പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതാണ് മൂന്നാമത്തെ അസംഷനായിട്ട് പറയുന്നത്. ഫോർത്ത്, പ്രൊഡക്ട്സ് റിക്വയർ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ ഈച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിൾ. അതായത് ഓരോ ലൈഫ് സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജിലും ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ആവശ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓരോ ഡിഫറൻറ്റ് സ്റ്റേജുകളിലും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഓരോ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ സ്റ്റേജുകളിൽ ഇന്ന സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ റിക്വയർ ആയിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ അസ്യൂം ചെയ്യാണ്. അതാണ് നാലാമത്തെ അസംഷനായിട്ട് നമ്മളോട് പറയുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി PLC പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഒന്നാമത്തത് നോക്കാം. ദി റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച്. അതായത് ടെക്നോളജി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ചേഞ്ചസ് വരാം. ടെക്നോളജി എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ അത് ചേഞ്ചസ് വരുത്തുന്നതാണ്. സെക്കൻഡ്, ദ റേറ്റ് ഓഫ് മാർക്കറ്റ് ആക്സെപ്റ്റൻസ്. മാർക്കറ്റ് ആക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ളതിനെയാണ് എന്ത് പറയുന്നത്? മാർക്കറ്റ് ആക്സെപ്റ്റൻസ്. അവിടുത്തെ മാർക്കറ്റ് ആക്സെപ്റ്റൻസ് ഗുഡാണോ ബാഡാണോ എന്ന് നോക്കുക. അതായത് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ചേഞ്ചസ് വരിക. അപ്പോൾ ആൾക്കാരത് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന് ചേഞ്ചസ് വരാം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ അഫക്റ്റ് ചെയ്യാം. തേർഡ്, ദി പൊസിഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് എൻട്രി. എന്താ കോമ്പറ്റീറ്റീവ് എൻട്രി എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൽ ഹൈ ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നതെങ്കിൽ അവിടത്തേക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വരികയാണ്. തീർച്ചയായിട്ടും ടൈറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും?
അത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബാധിക്കുന്നതാണ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഹൈലി കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ആ പ്രൊഡക്റ്റിന് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് കാര്യങ്ങളോ സെയിൽസ് ഒന്നും കിട്ടില്ല. അത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇക്കണോമിക് ഫോഴ്സസ്, അതായത് ഇക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കുറേ ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വരികയാണ്. തീർച്ചയായിട്ടും അവിടെ എന്ത് വരാം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലും ചേഞ്ചസ് വരാം. ഇക്കണോമിക് ഫോഴ്സസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, സാമ്പത്തികപരമായിട്ടുള്ള കുറേ ചേഞ്ചസ് വരാം, ഇക്കണോമിക് പോളിസീസിൽ ചേഞ്ചസ് വരാം, അതേപോലെ ഡീമോണിറ്റൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും ചേഞ്ചസ് സംഭവിക്കാം. അതായത് ഇക്കണോമിക് ആയിട്ടുള്ള മോണിറ്ററി വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണ്, അങ്ങനെയുള്ള കുറേ സാമ്പത്തികപരമായിട്ടുള്ള കുറേ ചേഞ്ചസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതും എവിടെ ബാധിക്കും, എന്തിനെ ബാധിക്കും, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബാധിക്കും. ഇക്കണോമിക് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബാധിക്കുന്നതാണ്, അഫക്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കസ്റ്റമേഴ്സ് ആറ്റിറ്റ്യൂഡ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബാധിക്കുന്നതാണ്, അഫക്റ്റ് ചെയ്യുന്നതാണ്. കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനും ചേഞ്ചസ് വരുത്താം. അതായത് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അവരെ മോഡേൺ ആയിട്ടുള്ള പ്രൊഡക്ട്സിനോടാണ് താല്പര്യം എങ്കിൽ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബാധിക്കുന്നതാണ്. ആ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അല്ല ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം, പ്രൊഡക്റ്റിന് ലോസ് സംഭവിക്കാം. അതേപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടില്ല, ലോസ് സംഭവിക്കാം, സെയിൽസ് കുറയാം. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും എന്തിനെ ബാധിക്കുന്നതാണ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ഗവൺമെൻറ് പോളിസി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ചേഞ്ച് വരുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണ്, അപ്പോൾ ഗവൺമെൻറ് പോളിസീസിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്, അങ്ങനെയാണ് തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കാം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സെയിൽസിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ഇതിലൊക്കെ എന്ത് ബാധിക്കാം, ഗവൺമെൻറ് പോളിസി കൊണ്ട് അഫക്റ്റ് ചെയ്യാം. ഗവൺമെൻറ് പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് തീർച്ചയായിട്ടും എന്തിനെ ബാധിക്കും, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ബാധിക്കും. ഇതാണ് ലാസ്റ്റിലത്തെ ഫാക്ടറായിട്ട് പറയുന്നത്.